ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഒരു പിസയുടെ റെസിപ്പി ആയിട്ടാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് പിസ റെഡിയാക്കി എടുക്കാമെന്ന് ഇന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് പിസ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഇതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഡോ തയ്യാറാക്കിയിട്ട് എടുക്കണം. സെക്കൻഡ്, പിസ സോസ് റെഡിയാക്കിയിട്ട് എടുക്കണം. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് പിസ റെഡിയാക്കി എടുക്കും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പിസ ഡോ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിനായിട്ട് ഞാൻ 1/4 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഷുഗറും 1 ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഞാൻ നല്ല വലിയ മണിയായിട്ടുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇളം ചൂടുവെള്ളം ആവാനായിട്ട് ശ്രദ്ധിക്കുക. ചൂട് കൂടി കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവത്തില്ല. അപ്പോൾ നമുക്ക് ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമ്മൾ 1.5 കപ്പ് മൈദയ്ക്കാണ് ഡോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. ഞാൻ ഇതിനായിട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മൾ 10 മിനിറ്റ് മുമ്പ് പുളിപ്പിച്ച് വെച്ചിട്ടുള്ള ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ പതയുവാണെങ്കിൽ ഈസ്റ്റ് നല്ല ആക്റ്റീവ് ആണെന്നുള്ളതാണ്. അപ്പോൾ പതഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ല പുതിയ ഈസ്റ്റ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് നോർമൽ വാട്ടറും. ഇനി നമുക്ക് ഈ 1.5 കപ്പ് മൈദയുടെ പൊടി നമുക്ക് ഈ ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മയം കിട്ടും. ഇത് നമ്മൾ അയച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി നല്ല ലൂസായിട്ട് വേണം ഒഴിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ പുളിപ്പിച്ച് വെച്ചിട്ടുള്ള ഈസ്റ്റ് കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം മാവെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ചെറിയൊരു ഒട്ടലുള്ള പരുവത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ ഓയിലൊന്ന് പുരട്ടി കൊടുക്കുന്നത് ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്നെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് മൂടുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നേരിട്ടായിട്ടൊന്ന് അടയ്ക്കുക. ഇനി നമുക്ക് 3 മണിക്കൂറിന് ശേഷം ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഇതേ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല ഡബിൾ ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഇത് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് അയച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. നമ്മൾ തൊടുമ്പോൾ തന്നെ നമ്മുടെ വിരലൊന്ന് കുഴിഞ്ഞു പോകണം. അതേ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഡോ മൈദ വെച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, ഗോതമ്പ് വെച്ചിട്ട് വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. അടുത്തായിട്ട് നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അറ്റം ജസ്റ്റ് 4ആയിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊരു വിസിലോട്ട് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇത് തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ തോലൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. 1 കുടം വെളുത്തുള്ളി ചെറിയതായിട്ട് അരിഞ്ഞതും 1 സവാള ചെറിയ പീസായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷവർമയും അതുപോലെ ഈ പിസ്സയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിഫൈൻഡ് ഓയിലുകളോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 1 കുടം വെളുത്തുള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴലാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 5 വറ്റൽമുളക് കൂടി ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ക്രഷ് ചെയ്യാനായിട്ട് മുളക് ചൂടാക്കുകയൊന്നും വേണ്ട, നമ്മൾ ഡയറക്റ്റ് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് ക്രഷായി വന്നതാണ്. ഇതിൽ 3/4 ഭാഗത്തോളം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ല എരി വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ളത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യുന്ന ടൈമിലൊന്ന് ആഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ടൈമിൽ നമ്മുടെ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ഇത് പിസ്സ ഒറിഗാനോ ആണ്. ഈ ഒറിഗാനോ നമ്മളുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട് തുളസി ഇലയും പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള ഒരു സംഭവമാണ്. നല്ലൊരു ഫ്ലേവർ നമ്മുടെ പിസ്സയ്ക്ക് തരും. ഇത് 1.5 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറിഗാനോ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ചേർന്ന് നല്ലൊരു മണം കിട്ടും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇറ്റാലിയൻ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്താലും മതി.
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണയായിട്ട് പിസ്സ സോസ് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് ക്യാപ്സിക്കം കിട്ടിയില്ല. അപ്പോൾ ക്യാപ്സിക്കത്തിന് പകരമായിട്ട് ഞാൻ ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചില്ലി സോസിന് നല്ലൊരു ഫ്ലേവറും കൂടി നമ്മൾ ഈ സോസിന് കിട്ടും. ചില്ലി സോസ് ഒരു 2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു പിടി മൊസറല്ല ചീസ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ചീസ് കൂടി മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് നീളമുള്ള പീസുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യുന്ന ബാർബിക്യൂ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടാണ്. ബാർബിക്യൂൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുപോയി വാച്ച് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരുജീരകം പൊടിച്ചതും കുരുമുളക് പൊടിയും 2 നുള്ള മുളക് പൊടിയും 1 നുള്ള ഗരം മസാലയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മുളക് പൊടി ഒന്നും ഒരുപാട് ആഡ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ ഗരം മസാലയും വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബാർബിക്യൂൻ്റെ റെസിപ്പി കാണാമെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് പുരട്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് മാത്രമേ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ പാനാണ്, നമ്മൾ സോസ് തയ്യാറാക്കിയ പാനാണ്. അപ്പോൾ ആ സോസിൻ്റെ ഒരു മണവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പാനിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതിനായിട്ട് ഇതുപോലെ പരന്നൊരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ ഇതിനകത്തോട്ട് വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പാനിൻ്റെ ഷേപ്പിൽ തന്നെ നല്ല വട്ടത്തിൽ നല്ല വലുതായിട്ട് തന്നെ പരത്തി കൊടുക്കാം. അപ്പോൾ കുറച്ച് തിക്നെസ്സിൽ വേണം പരത്തി കൊടുക്കാനായിട്ട്. ഇതേപോലെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ പരത്തുന്നത്. അതിനാണ് നമ്മൾ മാവ് കുറച്ച് ലൂസായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി സൈഡ് കുറച്ച് കട്ടിയിലെടുക്കുക. ഇതേപോലെ സൈഡൊന്ന് ജസ്റ്റ് കുഴിച്ച് കൊടുത്തിട്ട് ആ ഒരു നടുഭാഗം മാത്രം കുറച്ചൊരു സ്പേസായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മസാല എല്ലാം കൂടി സെൻറ്റർ ഭാഗത്തിരിക്കണം. അതിനാണ് ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഈ ഡോയുടെ പുറത്തോട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോൾ സൈഡിലോട്ടൊന്നും പോവരുത്. നമ്മൾ ആ നേരത്തെ ഒരു റൗണ്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതിന് സെൻറ്ററിലായിട്ട് തന്നെ ആ ഒരു ഭാഗത്തിനുള്ളിൽ തന്നെ നിൽക്കണം. ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇതേപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ പുരട്ടിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ചീസിൻ്റെ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ധാരാളമായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. എത്രത്തോളം നമുക്ക് ആ ചീസ് ആഡ് ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ ടേസ്റ്റും കൂടും. ചീസ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു സവാള കൂടി നീളത്തിലരിഞ്ഞത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ക്യാപ്സിക്കം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ അവൈലബിൾ അതുപോലെ നിങ്ങൾക്ക് ടേസ്റ്റിന് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് സവാള മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ബാർബിക്യൂൻ്റെ ടേസ്റ്റിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിസ്സയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് പിസ്സ വാങ്ങിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് കൂടി ഇതിൻ്റെ പുറത്തോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചീസിൻ്റെ ഒരു ടോപ്പിംഗ് കൂടെ കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ചുകൂടെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുവാണ്. ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറിയ മുളകൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പിലിട്ട് നമ്മുടെ മുളകുണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പച്ചമുളക് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതോടൊപ്പം ഒരു 2 ഒലിവും കൂടി ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നല്ല പിസ്സ സെറ്റ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ദോശത്തവ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെക്കണം. ഇതിൻ്റെ പുറത്തോട്ട് വേണം നമ്മൾ ഈ പാൻ സെറ്റ് ചെയ്ത പാനോട് വെച്ച് കൊടുക്കാൻ. ഡയറക്റ്റ് നമ്മൾ പാൻ വെച്ച് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ അടിവശം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലൊരു ദോശത്തവ വെച്ചിട്ട് അതിൻ്റെ പുറത്തായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പിസ്സ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നല്ല ഓവനിലേക്കാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ ഒരു 20 മിനിറ്റ് കുക്കായിട്ട് എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഗ്ലാസ് അടപ്പ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ പീസ് നന്നായിട്ട് പൊങ്ങി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ വേവ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ടൂത്ത് പിക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പിസ്സയുടെ ബേസ് വെന്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് നമ്മുടെ പാനിൽ ഒട്ടിപ്പോകത്തൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും. കണ്ടോ, ഇതിൻ്റെ അടിവശമൊന്നും ഒട്ടും കരഞ്ഞിട്ടൊന്നുമില്ല. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ശരിക്കും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പിസ്സയ്ക്ക് വല്ലാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ആ ഒരു സ്മെല്ലൊന്നും ഇതിനുണ്ടാകത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പിസ്സയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പിസ്സ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ സൈഡിലുള്ള ചെറിയ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിക്കുകയുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.